വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുത്തു. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അതേസമയം ഷാരൂഖ് സൈഫിയെ കോഴിക്കോട് CJM കോടതി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്നും. റിയാസ്, വളരെ നേരത്തെ തന്നെ ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇത് NIA ഏറ്റെടുക്കുമെന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു, അതിനൊരു തീരുമാനമായിരിക്കുന്നു. കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നു. കൊച്ചി യൂണിറ്റാണ് കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുക. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കമലേഷ്, കേസ് NIA ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇത് സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇന്നലെ രാത്രിയിലാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് ഇന്ന് കൊച്ചിയിലെ NIAയുടെ പ്രത്യേക കോടതിയിൽ FIR സമർപ്പിക്കുകയായിരുന്നു NIA ചെയ്തത്. അതായത് കേസിന്റെ പ്രാഥമിക വിവരങ്ങളാണ് സമർപ്പിച്ചത്. NIAയുടെ കൊച്ചി യൂണിറ്റാണ് ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിന്റെ സംഭവം ഉണ്ടായ അതേ ദിവസം തന്നെ ഇതിൽ തീവ്രവാദ ബന്ധം സംശയിച്ചിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് NIA ഇതിന്റെ പ്രാഥമിക വിവരങ്ങൾ തേടി NIAയുടെ ദക്ഷിണ മേഖല DIG S കാളിരാജ് മഹേഷ് കുമാർ കോഴിക്കോട് എത്തുകയും 2 ദിവസങ്ങൾ ഇവിടെ തങ്ങുകയും തുടർന്ന് അതിന്റെ പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക വിവരം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കേസ് ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധതയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഈ NIA അറിയിച്ചിരുന്നു. മാത്രമല്ല 11 ദിവസത്തെ കസ്റ്റഡിയിലാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരത്തെ കോടതി പ്രതി ഷാരൂഖ് സൈഫിയെ വിട്ടു നൽകിയിരുന്നത്. ഇതിന്റെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന്റെ 2 നാൾ മുൻപ് ആണ് ഈ കേസിൽ UAPA ചുമത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതി മുൻപാകെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നൽകിയത്. അതായത് ഈ തീവ്രവാദ ബന്ധം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ലഭിക്കുന്ന തരത്തിലുള്ള സൂചനകൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ UAPAയുടെ സെക്ഷൻ 16, അതായത് ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണം നടത്തുക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സെക്ഷൻ 16 ചുമത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UAPA ചുമത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നു. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. റിയാസ് KMR ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.